ഇതെന്താ സംഭവം? Cheers. അടിപൊളി. ടച്ചിങ്സ് ഒന്നും ഇല്ലടേ. ഞാൻ വോഡ്ക്കയാണ് അടിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ മാജിക് മൊമെന്റ് ആണെന്ന് ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണ്. എന്റെ ആരോഗ്യ രഹസ്യം, എന്റെ ജീവൻ ടോൺ. ചേച്ചി ബിഗ് ബോസിൽ പോയത് വിധവകളെ റെപ്രസെന്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മദ്യപിക്കണമെന്ന മെസ്സേജ് ആണോ നിങ്ങൾ സമൂഹത്തിന്? ഒരിക്കലും മദ്യപിക്കണമെന്ന മെസ്സേജ് സമൂഹത്തിന് കൊടുത്തിട്ടില്ല. എന്റെ പേഴ്സണൽ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പേഴ്സണൽ കാര്യം പറഞ്ഞു. അത് വിധവകളെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ മദ്യപിക്കുവാന്ന് നിങ്ങൾ പറഞ്ഞു. ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. ചെല്ലപ്പൻ ചേട്ടാ ചായക്കടയിൽ എന്തുണ്ടു തിന്നാൻ? ഉച്ചക്കത്തെ ചോറും ചാറും ഉരുട്ടി പൊരിച്ചോരു. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനെ ചില സമയത്ത് വല്ലപ്പോഴും മാത്രമായിരുന്നു അടിക്കാറ്. തീർച്ചയായിട്ടും ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ എന്താണ് പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ വരുമ്പോൾ നമ്മൾ കസിൻസ് എല്ലാം കൂടി, നമ്മൾ പുറത്തുനിന്നല്ല കസിൻസ് എല്ലാം കൂടിയിട്ട് സന്തോഷമായിട്ട് വൈനും വോഡ്ക്കയൊക്കെ. പറഞ്ഞു കേൾക്കുന്നത് നീ എങ്ങനെയാണോ പറയുന്നത്? നീ വരുത്തണല്ലേ? ഞാൻ വരുത്തണോ? അപ്പൊ ടിപ്പ് വരാ. ടിപ്പു ഞാൻ വരുത്തുന്ന തന്നെയാ കേട്ടോ. ഞാൻ കള്ളടിച്ച വയറ്റി കിടക്കണം. ഞാൻ പറഞ്ഞേക്കാം. വയറ്റി കിടക്കണെങ്കിലേ പല മോരും വെള്ളം കുടിച്ചാ പോരെ. കള്ളടിച്ച അതിന്റെ സ്റ്റൈൽ ഞാൻ കാണിക്കും. ഒന്ന് പോരാ. പിന്നെ ടിപ്പുവിനെ പറ്റി ഒരു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. അമ്മയുടെ ആംഗ്ലയോ എന്റെ അച്ഛനെ പറ്റി പറഞ്ഞ ടിപ്പുവിനെ പറ്റി പറയണ്ട. ടിപ്പുവിനെ പറ്റി പറയണ്ട. നീ പോരാ അവിടുന്ന്. ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല. ആരും പറയരുത്. ചേച്ചി ഏകദേശം എത്ര പെഗ് വരെ അടിക്കാറുണ്ട്? പറയണോ? ഒരു 30. 30 എന്ന് പറയുന്നത് അളവല്ലേ? അത് തന്നെയാ പറഞ്ഞത്. ഗ്ലാസിന്റെ എണ്ണ ചോദിച്ചത്. അങ്ങനൊന്നും ഗ്ലാസിന്റെ എണ്ണ ഒന്നും പറയാനൊന്നുമില്ല. 30 എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാം 30 തന്നെയാണ്. ഒന്നും ആകത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം, അറിയാവുന്നവർക്ക്. Cheers പറയും. ഇതെല്ലാം ഇട്ടല്ലോ. ഫിനിഷ്. അപ്പൊ ശരി, ഓക്കെ, അത്രേ ഉള്ളൂ.